ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ജൂലൈ തൊട്ടിട്ട് എൻഡ് ഓഫ് ദ ഇയർ ഡിസംബർ വരെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ മേജർ ഇവൻറ്റ്സ് ഉണ്ടാവാൻ പോണേ, അതാണ് നമ്മൾ നോക്കണേ. എന്താണ് മേജർ മെസ്സേജസ് ചേഞ്ചസ് ഉണ്ടാവാൻ പോണേ. ഇത് നിങ്ങളുടെ കരിയറിലും ആപ്ലിക്കബിൾ ആണ് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. പക്ഷെ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ്, പൈസീസ് എനർജി. ഇത് ആക്ച്വലി മിസ്റ്ററിയുടെ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി നിങ്ങളുടെ എന്തെങ്കിലും സീക്രറ്റ്സ് ആയിരിക്കാം, ഇല്ലേച്ചാൽ വേറെ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ആരെങ്കിലും വർക്കിലുണ്ടച്ചാ ഇല്ലച്ചാ പേഴ്സണൽ ലൈഫിലുണ്ടച്ചാ മേ ബി അവരുടെ എന്തോ സീക്രറ്റ്സ് പുറത്തു വരാൻ ചാൻസസ് ഉണ്ട്. ഇത് ഇൻറ്റ്യൂഷൻ്റെ എനർജി കൂടിയുമാണ്. അപ്പോൾ ഈ 6 മന്ത്സ് നിങ്ങൾ കുറേ ഇൻറ്റ്യൂട്ടീവ് ആവും. നിങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫീലിംഗ് മാതിരി വരുന്നുണ്ട്. എന്തോ ഒരു കാര്യം റിലേറ്റഡ് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ മേ ബി നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടാവില്ല. പക്ഷെ ആ കൺഫർമേഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് 6 മന്ത്സിൽ കിട്ടാൻ പോകുന്നുണ്ട്. ഹിഡൻ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. ഹിഡൻ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ എക്സ്പോസ് എന്ന് പറയുമ്പോൾ ഇതൊരു ചീത്ത കാര്യമാണെന്നല്ല ഞാൻ പറയണത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹിഡൻ ഫീലിങ്സ് വെച്ചിട്ടുണ്ടാച്ചാൽ മേ ബി നിങ്ങൾ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങും. അതല്ല വെച്ചാൽ മേ ബി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹിഡൻ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് വെച്ചാൽ മേ ബി അവരും ഈ 6 മന്ത്സിലായിരിക്കും നിങ്ങളോട് ഓപ്പൺ അപ്പ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയും ആവാം. ചാരിയറ്റ് ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്. ഇത് സക്സസിന്റെ എനർജിയാണ്, കുറെ ട്രാവൽഡ് എനർജിയാണ്. സൺ എനിവേ ഇവിടെ കുറെ അബണ്ടൻസിന്റെ എനർജി കൂടിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ക്ലാരിറ്റി ഉണ്ട്, കുറെ അബണ്ടൻസ് ഉണ്ട്, കുറെ ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. അപ്പൊ സാജിറ്റേറിയസ് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ഹൈ പ്രീസ്റ്റസ് ഇവിടെ എന്താണ്? ഹൈ പ്രീസ്റ്റസിന്റെ മെസ്സേജ് ഇവിടെ ജഡ്ജ്മെന്റ്. ഈ ജഡ്ജ്മെന്റ് കാർഡ് എന്തുകൊണ്ടാണ് ഇവിടെ? 7 of Swords. ആൻഡ് കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്വേരിയസ് എനർജി കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോൾ ഇത് 2 തരത്തിൽ നമ്മൾക്ക് എടുക്കാം. ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണും നിങ്ങൾ റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആണ്. ഇൻവോൾവ് എന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലല്ല, പക്ഷേ ഇവിടെ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈതർ നിങ്ങൾ ഇല്ലച്ചാൽ ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടായില്ല. കുറേ ഈ പേഴ്സൺ കുറെ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ്. അവരുടെ ഫീലിങ്സ് ഒട്ടും നിങ്ങൾക്ക് അറിയില്ല. എന്താണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യണത്, നിങ്ങളെ കുറിച്ച് എന്താണ് അവരുടെ തോട്ട്സ്, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സൺ അങ്ങനെ ഒരു സ്ട്രേറ്റ് ഫേസ് എനർജിയിലാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് നടക്കണത് പോലും നിങ്ങൾക്ക് അറിയണ്ടായില്ല. എവിടെയോ ഈ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ ഇവരൊരു വലിയ ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അവരൊരു വലിയ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് അവരുടെ എനർജിയിൽ. ആൻഡ് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ സൺ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി ക്ലാരിറ്റി ഉണ്ട്. ഇത് ഹിഡൻ ഫീലിങ്സ് ഒക്കെ പുറത്ത് വരണ എനർജി കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ആൻഡ് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ പേഴ്സൺ ഓണസ്റ്റ് അല്ല, എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ ശരിയല്ല ഈ റിലേഷൻഷിപ്പിൽ, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പേഴ്സൻ്റെ എന്തോ ഒരു കാര്യം എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളൊരു ജഡ്ജ്മെന്റ് കോൾ ആണ് എടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലായിരിക്കാം പോവാൻ ഡിസൈഡ് ചെയ്യണത്. ഇത് വർക്ക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി ഇവിടെ നിങ്ങളുടെ കലീഗ് ഇല്ല വെച്ചാൽ ബോസ് ആരോ ഇവിടെ എന്തോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്റ്റീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത പണിക്ക് അവരാണ് ക്രെഡിറ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷനും ഞാനിവിടെ കാണുന്നുണ്ട്. എനിവേ ഈ പേഴ്സൺ എക്സ്പോസ് ആവും.
ഓക്കെ, അപ്പോൾ സൺ ഇവിടെ എന്താണ്, സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് സൺ 6 of Pentacles, 5 of Wands, and Hanged Man. അപ്പോൾ പൈസീസ് എനർജി, ഹാങ് മാൻ, ഇവിടെ ഹൈ പ്രീസ്റ്റസും പൈസീസ് എനർജിയാണ്. സൺ ലിയോ എനർജിയാണ്, ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്, കിങ് ഓഫ് സോഡ് അക്വേറിയസ് ആണ്. ഇപ്പോൾ ഇവിടെ പൈസീസ് ആദ്യം നമ്മൾ കാണുന്നു. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ഇംബാലൻസ് ആണ്. ഏതോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇത് ആദ്യം അതന്നെ സ്റ്റോറി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോണത്. ഒരു പേഴ്സൺ നിങ്ങളോട് ഒട്ടും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായില്ല, കുറെ ഒരു സീക്രട്ടീവ് കൈൻഡ് ഓഫ് ഒരു എനർജി ആയിരുന്നു. അങ്ങനെ ആണെച്ചാ ഈ പേഴ്സൺ ആൻഡ് പറഞ്ഞാൽ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് ഈ റിലേഷൻഷിപ്പിൽ കുറെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. അത് മാത്രമല്ല, മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ മാച്ച് ആവുണ്ടായില്ല, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സമയം എടുക്കുന്നത് ഈ പേഴ്സണ് ഓപ്പൺ അപ്പ് ആവാൻ. ഈ പേഴ്സൺ ഫൈനലി ഓപ്പൺ അപ്പ് ആവാൻ പോകുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ എത്രയും നിങ്ങൾ ഫൈറ്റ് ചെയ്യണു, അതുണ്ടായിട്ടും, ഇത്ര ഫൈറ്റിംഗ് ഉണ്ടായിട്ടും, ഇത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടും, ഇത്ര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ മറക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവരുടെ ഫീലിങ്സ് ഓപ്പൺ ആയി പറയും. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ഒട്ടും ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നില്ല, അവരുടെ കുറെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്, അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇത് എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് അത്ര എനർജി എഫേർട്ട് ഇടുണ്ടാവുക, അവർ മുമ്പേ അതുകൊണ്ടാണ് ഇടാത്തത്. ആൻഡ് ഇവിടെ ഞാനൊരു ഹീലിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് കുറച്ചൊരു ഷോക്കിംഗ് റെവലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നൻസിയിലാണ് പോണത്. സ്റ്റാഗ്നൻസി അല്ല വെച്ചാൽ നിങ്ങളിത് എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താ വേണ്ടതെന്ന് അങ്ങനെ ആ ഡിസിഷൻ ഇവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചൊരു സ്റ്റാഗ്നന്റ് ഫേസ് ഞാൻ കാണുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ ഞാൻ ഇവിടെ കുറെ അബണ്ടൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ മാതിരി ആരോ നിങ്ങളുടെ കലീഗ് ഇല്ല ബോസ് നിങ്ങളുടെ ക്രെഡിറ്റ് എടുക്കണ്ടാച്ച ഇല്ല എന്തെങ്കിലും വേറെ ഒരു ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ നടക്കണ്ടാച്ച നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഓഫീസിൽ ഇല്ല ബോസിന്റെ മുമ്പേ ആ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ആ നിങ്ങളുടെ ഡ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാഗ്നൻസി ഫീൽ ആവും. എന്നുവെച്ചാൽ ഇതൊരു കുറെ ഫ്രസ്ട്രേറ്റിംഗ് സമയം ആയിരിക്കാം, പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുക്കാനാണ് പറയണത്. ഇവിടെ ഫൈറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ പോയി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നല്ല യൂണിവേഴ്സ് പറയണത്. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഈസിലി ആ പേഴ്സൺ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കേണ്ട അതിനെ അലൗ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂസിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഇവിടെ ചാരിയറ്റ് എന്താണ്? ചാരിയറ്റ് സൺ. അപ്പോൾ അഗൈൻ ഇവിടെ സൺ ഉണ്ട്, ലിയോ എനർജി, 8 of Wands. അപ്പോൾ എൻഡ് ഓഫ് ദ ഇയർ ആവുമ്പോഴേക്കും എല്ലാം സോർട്ട് ഔട്ട് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്തു വരണു. ക്ലാരിറ്റി കിട്ടിയ ഉടനെ നിങ്ങൾ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാ കാര്യത്തിലും. ഇത് ജോലിയാണ് ഇല്ലാച്ചാൽ ഈ റിലേഷൻഷിപ്പ് ആണെച്ചാലും നിങ്ങൾ ആ സ്റ്റാഗ്നൻസിന്ന് പുറത്തു വന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എല്ലാവർക്കും വേറെ ആയിരിക്കും. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആൾക്കാർക്ക് പിന്നെ ഇതൊരു പേഴ്സണൽ സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇതൊരു ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. നിങ്ങളൊരു പേഴ്സണെ വിട്ടിട്ട് വേണം മുമ്പോട്ട് പോണേ, ഓറൽസ് ഒരു എക്സിസ്റ്റിംഗ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കൂടെ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റാഗ്നൻസിന്ന് പുറത്തു വരുന്നു. അപ്പോൾ 8 ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? ഡെവിൽ. കുറെ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. പേജ് ഓഫ് വാൻഡ്സ്, കുറെ ഒരു ഇമ്മച്യൂർ എനർജി ഞാൻ കാണുന്നു. ഇതൊരു ഈസി പ്രോഗ്രസ് അല്ല. എന്നുവെച്ചാൽ കുറെ ആൾക്കാർ ഇവിടെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. ഇല്ല വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ജോലിയുടെ കാര്യമാണെന്ന് വെച്ചാലും ഇവിടെ കോമ്പറ്റീഷൻ കാരണം ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് സാബോട്ടാജ് ചെയ്യാൻ നോക്കും. പക്ഷെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും ഇവിടെ? സാജിറ്റേറിയസ് ഔട്ട്കം പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഒരു പുതിയ ന്യൂ ബിഗിനിങ്, ഒരു അപ്പോളജിയും ആയിരിക്കാം. 9 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. 9 ഓഫ് വാൻഡ്സ് ഒരു ഡിഫെൻസീവ് എനർജിയാണ്. പേജ് ഓഫ് സ്വോർഡ്സ് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന എനർജിയാണ്. ഹെർമിറ്റ്, അപ്പോൾ ഇത് കുറച്ചൊരു റെക്ലൂസീവ് എനർജിയാണ്. എന്നുവെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ചില ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ആ ഡെവലപ്മെന്റ്സ് ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിലാണ്. ഞാൻ പറഞ്ഞ മാതിരി എന്തോ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്, എന്തോ പുറത്തു വരാൻ പോകുന്നുണ്ട്. ആ ഇൻഫർമേഷൻ പുറത്തു വരുമ്പോഴാണ് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറെ സ്മാർട്ടായിട്ട് കുറെ നിങ്ങളുടെ നോളജ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പറയണത്. ഇത് ഹെർമിറ്റ് എനർജി ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഇതുകൊണ്ട് കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായി പോവും. എന്നുവെച്ചാൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ മേ ബി ഇവിടെ ടെമ്പറൻസ് തന്നെയാണ്, ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മേ ബി കുറച്ചൊരു റെക്ലൂസീവ് നിങ്ങൾ എനർജി ഫീൽ ചെയ്യും. വേറെ ആരുടെയും കൂടെ അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയേണ്ടത് ടെമ്പറൻസ് ആണ്. ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ കുറെ പവർഫുൾ എനർജിയിലാണ് നെക്സ്റ്റ് 6 months. ബാലൻസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ എനർജി ആൻഡ് ഹീൽ ചെയ്യാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഹീലിംഗ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും നിങ്ങൾ ഹീൽ ചെയ്യും, നിങ്ങൾ ഇതിന്ന് പുറത്തു വരും. ഓക്കെ, പക്ഷെ മെയിൻലി നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 months ഇംബാലൻസസ് ഒക്കെ ബാലൻസ് ഔട്ട് ആവും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കണം. എന്നുവെച്ചാൽ എന്തോ മുമ്പേ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇടുണ്ടായിരുന്നു. ഒരു പേഴ്സൺ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പേഴ്സൺ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചില കലീഗ്സ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എഗൻസ്റ്റ് ആയിരുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാം ഒരു ഇംബാലൻസ് ആണ്. ഏതും സിറ്റുവേഷനിൽ നിങ്ങൾ ഇടണ എഫേർട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല വെച്ചാൽ അതൊരു ഇംബാലൻസ് ആണ്. അപ്പോൾ ആ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണേ. ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആയി ഫീൽ ആവും. എന്നുവെച്ചാൽ എന്താ പുറത്തു പറയണമെന്ന് വെച്ചാൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കറക്ഷൻ കൊണ്ടുവരാൻ അലൗ ചെയ്യും. ഓക്കെ, അപ്പോൾ സാജിറ്റേറിയസ് ഇത് പോസിറ്റീവായിട്ട് കാണുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 monthsന്റെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ബട്ട് ഇഫ് യു വാണ്ട് ടു നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ ഞാൻ അവിടെ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറഞ്ഞത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.